എനിക്ക് നമ്മുടെ സർക്കസും ഷോയും ഒക്കെ ഒന്ന് പരിഷ്കരിക്കണം. അതിനാണ് നിങ്ങളെയൊക്കെ വിളിപ്പിച്ചിട്ടുള്ളത്. പുതിയ ഐറ്റംസ് വേണം. അല്ലെങ്കിൽ ഒരു സർക്കസും മറ്റൊരു സർക്കസും തമ്മിൽ എന്താ വ്യത്യാസം? മോട്ടോർ സൈക്കിളിന് പകരം ജീപ്പ് ആടിക്കുന്നൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. എന്ത് വേണമെന്ന് പറയണം, ഞാൻ എന്തും ട്രൈ ചെയ്യാം. എല്ലാരും ആലോചിക്കണം. നെഞ്ചു വെട്ടിപ്പൊളിച്ച് ഹൃദയമെടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ അത് ആടിന്റെ ചങ്കാട എന്ന് കൂവും. അതാ ഈ നാട്ടിലെ ജനം. സ്പ്ലിറ്റ് ഗ്ലോബിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് ആദ്യം അത് പ്രസന്റ് ചെയ്യാൻ കഴിയൂ? വെറും ഗ്ലോബല്ല, സ്പ്ലിറ്റ് ഗ്ലോബ്. അറിയാം, അതത്ര കാര്യമൊന്നുമല്ല. സാധനം ഓർഡർ ചെയ്യണം, ഞാൻ ചെയ്യാം. ഷോ ആണ് കാര്യം. അപകടമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഷോ. ട്രപ്പീസ് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആക്കാം, എളുപ്പത്തിൽ. എല്ലാ ലൈറ്റും ഓഫ് ചെയ്യണം. ലൂമിനസ് കളറിലുള്ള ഡ്രസ്സ് കൊടുത്താൽ മതി, റഷ്യൻ സ്റ്റൈൽ. എക്സ്ട്രാ റിസ്ക് ഒന്നുമില്ല. കമ്പനി നന്നാവണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ ഞങ്ങളുടെ ചില കാര്യങ്ങൾ... നിങ്ങളെന്താ നിൽക്കുന്നത്? ഇരിക്കണം. ചില്ലറ കാര്യങ്ങളാണ്. എന്താണ്? ഇവിടെ ഇനിയും ശമ്പളം നിശ്ചയിക്കാതെ പലരുമുണ്ട്. കൊല്ലങ്ങളായി വെറും ബാറ്റ് മാത്രം പറ്റുന്നവർ. പിന്നെ മനുഷ്യരാണ് കൂടാരങ്ങളിൽ പാർക്കുന്നത് എന്ന് കണക്കിലെടുത്ത് കുറച്ചുകൂടി സൗകര്യങ്ങൾ കൊടുക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് പരാതികൾ? ചില ഇംഗ്ലീഷ് കമ്പനികളിൽ ഒരു പെട്ടി വെക്കാറുണ്ട് അത്രേ, പരാതികൾ എഴുതിയിടാൻ. വേണ്ട, നേരിട്ട് പറയാൻ പേടിയുള്ളവർക്കാണ് പരാതിപ്പെട്ടി. കുളിക്കാൻ, കിടക്കാൻ ഈ സാധാരണ സൗകര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ എല്ലാം പറയണോ? എടോ, താനിവിടെ യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നു. എടോ പോടോ താനെന്നൊക്കെ തരമനുസരിച്ച് പറയണം. സൂക്ഷിച്ച് വാക്കുകളെടുത്ത് പെരുമാറണം. വിദ്യാഭ്യാസമുള്ള ആളാണെന്നാണല്ലോ വെപ്പ്. സ്കെയിലും ശമ്പളവും ഒക്കെ അമ്മാവനെ അറിയോ? ഐ ഡോണ്ട് നോ. യു മസ്റ്റ് നോ ബിക്കോസ് യു ആർ റണ്ണിംഗ് ദി ഷോ. ഐ നോ വാട്ട് ടു ഡു. എല്ലാരും പോവും. ഹെൽപ്പേഴ്സ്, റിംഗ് ബോയ്സ്, ഇലക്ട്രീഷ്യൻസ്, ക്ലൗൺസ് എല്ലാരും ഇങ്ങോട്ട് വരണം. ഒരേ തരത്തിലുള്ള കോമാളിത്തം. നിങ്ങളുടെ ഈ പീറ കളി കണ്ട് ആളുകൾ മടുക്കില്ലേ? എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെ ചെയ്യാറ്. എന്നും ചിരിക്കാൻ കുറെ കുട്ടികളുണ്ടാവും, പിന്നെ ചില കുട്ടികളും. അമ്പു റിംഗ് ബോയ്, ശങ്കരൻ റിംഗ് ബോയ്, നാരായണൻ റിംഗ് ബോയ്, ഗോവിന്ദൻ ഇലക്ട്രീഷ്യൻ, ശേഖരൻ ഹെൽപ്പർ, കുഞ്ഞനന്ദൻ ഹെൽപ്പർ, കുമാരൻ കുരിക്കൽ ഹെൽപ്പർ. നിങ്ങൾക്കൊന്നും വിശേഷിച്ചൊരു ജോലി ഞാനിവിടെ കാണുന്നില്ല. ഓ, ഇവർക്കൊക്കെ ഉടനെ പിരിഞ്ഞു പോവാം. വേണ്ടാത്തവരുടെ കൂട്ടത്തില് എന്നെയും പെടുത്തുമെന്നാ വിചാരിച്ചത്. അലക്കാനും തിരുമ്പാനും ആള് വേണമല്ലോ എന്ന് വെച്ചാവും നിർത്തിയത്. പാവം ഗുരുക്കള്. ഗോവിന്ദേട്ടന്റെ കാര്യ അതിലും കഷ്ടം. ദുഷ്ട. അയാൾക്ക് ചെറുപ്പ. ആരെങ്കിലും പറഞ്ഞാ കേൾക്കുമെങ്കില് ദൈവശാപം എന്നൊന്നുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്താ നന്ന്. എന്നോടാണോ നാണിയെടുത്തി? അയാൾ എനിക്ക് ആരുമല്ല. വിളിക്കുമ്പോ പോണു. എന്റെ തലയിലെടുത്ത് ഉള്ള കഞ്ഞി കുടിച്ചു കഴിയാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാൻ ഒരാളില്ലാത്തോ അനുഭവിക്ക തന്നെ. എല്ലാവരും ക്യാൻറ്റീനിൽ വരാൻ പറഞ്ഞു. കഴിഞ്ഞില്ലേ പ്രതാപം കാട്ടില്? ഭാസ്കരനെ വിളിക്കുന്നത്. എല്ലാവരും തിരിച്ചുവിട്ടാൽ പെരുവഴിയിലിറങ്ങണം. ഒരു നിയമവും നമ്മുടെ സഹായത്തിന്. അപ്പോ പോകാൻ പറഞ്ഞവർ പോവുക തന്നെ. നമ്മൾ എന്ത് ചെയ്യാൻ? ചെയ്യാം. നിങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കാം. ആരെയും പിരിച്ചുവിടാൻ പാടില്ല. എല്ലാവർക്കും ശമ്പളം, ഇൻക്രിമെന്റ്, സ്കെയിൽ. ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. ഒക്കെ വെച്ച് കിട്ടാൻ. ഇരുന്നാൽ കിട്ടില്ല, പിടിച്ചു വാങ്ങണം. ഇതൊന്നും നടക്കില്ല എന്റെ ഭാസ്കര. കാണണം. ഇന്ന് 6:15 നമ്മളെല്ലാവരും ഡ്രസ് ചെയ്ത് റെഡി. 6:20 ഫസ്റ്റ് ബെൽ, സെക്കൻഡ് ബെൽ, ഫൈനൽ ബെൽ. പറയടി, ആരും പോകാതെ റൗട്ടിയിൽ തന്നെ ഇരുന്നാൽ ടിക്കറ്റ് വാങ്ങി അകത്ത് കയറി ഇവർ ടെന്റിൽ. അങ്ങനെ ഒരു ഷോ മുടങ്ങിയാൽ, 2 ഷോ മുടങ്ങിയാൽ ഞാൻ തയ്യാർ. എന്റെ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ട്? സർക്കസ് കമ്പനിയിൽ പണിമുടക്ക്.
അല്ലേ? താൻ ചെയ്യണ്ട. മുതലാളി രാത്രി സൂഹിക്കുമ്പോൾ ആരും ശല്യപ്പെടുത്താതിരിക്കാൻ പുറത്ത് കാവൽ നിന്നാ മതി. ഈ കുത്തിരിപ്പിനൊന്നും എന്നെ കിട്ടില്ല. വരണം. ആർട്ടിസ്റ്റുകളൊക്കെ റെഡിയാണെങ്കിൽ നമുക്ക് ഒരു വരച്ച വരയിൽ നിർത്താം. ഐ ആം റെഡി. ബ്ലഡി ഹെൽ, ഐ ആം റെഡി. കമ്പനി പൂട്ടി നാളെ എല്ലാവരും പുറത്തു പോകാൻ പറഞ്ഞാലോ? വേറെ സ്ഥലം അന്വേഷിക്കണം, ജോലി അന്വേഷിക്കണം. എന്നും ഇത് അടിമപ്പണിയായി നിൽക്കരുതെങ്കിൽ എന്നെങ്കിലും ആരെങ്കിലും തുടങ്ങണമല്ലോ. നമ്മളാവട്ടെ ആദ്യം. എന്ത് പറയുന്നു കൃഷ്ണൻകുട്ടി? വില്യംസ് റിങ്ങിൽ കയറാൻ തയ്യാറല്ലെന്ന് എത്ര പേർക്ക് ശടിച്ചു പറയാം? എന്താ ഇവിടെ? എന്റെ വക എല്ലാവർക്കും ഒരു ചായ. എന്റെ പിറന്നാളാണ് ഇന്ന്. യു ആർ ഓൾസോ വെൽക്കം. ഹാപ്പി ബർത്ത്ഡേ മൈ ബോയ്. കാന്റീൻ എന്തിനാണെന്ന് തനിക്കറിയില്ലേ? അത് മറ്റെന്തിനെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ. കുഞ്ഞിനാവട്ട ചായ കൊടുക്കൂ. നിങ്ങളെല്ലാം ഒന്ന് ആലോചിക്കൂ. എന്നിട്ട് വീണ്ടും നമ്മൾ കൂടി തീരുമാനിക്കാം. മാസ്റ്റർ, 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 ഞാൻ നഴ്സിംഗ് ഹോമിൽ പോയി. ലക്ഷ്മി എടുത്തി നഴ്സിംഗ് ഹോമിൽ ഒറ്റ ദിവസം. പിന്നെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ നീ പോയോ? അവിടുന്ന് അപ്പൊ വരുന്നത് ഉടമസ്ഥരില്ലാത്ത ശവങ്ങള് അവർ വെച്ചിരിക്കില്ല. തോട്ടികള് മറവ് ചെയ്തു. സ്പോട്ട്ലൈറ്റിൽ അനേക വർഷങ്ങൾ കയ്യടി വാങ്ങിയ ഒരു കളിക്കാരിയുടെ ശബ്ദത്തിന് അവകാശമില്ല. എന്റെയും നിങ്ങളുടെയും ഒക്കെ അവസാനം ഇത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മനുഷ്യരെ പോലെ ജീവിക്കാനാണ്, അവസാനം മനുഷ്യരെ പോലെ മരിക്കാനും. നിങ്ങൾ തയ്യാറാകുമ്പോൾ പറഞ്ഞോളൂ. മകളും പെങ്ങളും ഒക്കെ ആയിട്ട് അവൾ ഒരു തീ എനിക്കുണ്ടായിരുന്നു. നല്ല കാലത്ത് പ്രത്യേകിച്ചൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല. നശിച്ചപ്പോ പെരുവഴിയെങ്കിൽ പെരുവഴിയെന്ന് പറഞ്ഞു അവൾ ഇറങ്ങി കാണും. ഒന്നും പറയാതെ കടന്നു പോകും മാസ്റ്റർ. ഞാനിവിടെ ഇത്തിരി തനിച്ചിരുന്നോട്ടെ.
ഗോവിന്ദേട്ടനും പോയി. നിങ്ങൾ എല്ലാവരോടും പ്രത്യേകം പറയാൻ എന്നെ ഏൽപ്പിച്ചു. ഞാനും ഇറങ്ങായി. മാസ്റ്റർ സമ്മതിച്ചാൽ ഞാനും കൂടെ വരാം. പേരുള്ള കമ്പനി, നിനക്ക് നല്ല പേരുണ്ട്. ഇതിലും വലിയ കമ്പനിക്കാർ നിന്നെ അന്വേഷിച്ചു വരില്ല എന്ന് ആര് കണ്ടു? ആരും എന്റെ കൂടെ വരണ്ട. മാസ്റ്റർ മാസ്റ്റർ എവിടേക്കാണ്? ഞാനോ ലക്ഷ്മിയുടെ 11 തിരുനാവായി പോയി കറുകത്തലപ്പിൽ അല്പം നേർ വീഴ്ത്തണം. മക്കളോ താഴെയുള്ള ബന്ധുക്കളോ ചെയ്യേണ്ട കർമ്മമാണ്. എല്ലാ സ്ഥാനവും ഏറ്റ് എന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ. പിന്നെ നടക്കാം, വഴി അവസാനിക്കുന്നത് വരെ. മാസ്റ്റർ ശ്രമിച്ച് ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കിയാൽ ഞങ്ങളൊക്കെ... ഞാനോ കളരിയിലെ പെടുപ്പൊരു കലയാണെന്ന് വിചാരിച്ചിറങ്ങിയപ്പോഴേ ഞാൻ തോൽക്കാൻ തുടങ്ങി. ഇനിയാണോ കരകയറാൻ പോണ? എന്നെ ഒരു തുണക്കി ഏൽപ്പിച്ചിട്ട് പോണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. ബാക്കി മാസ്റ്റർ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചോളാം. നിങ്ങൾ ഒരുമിച്ച് നിന്നാ മതി. ഒരുമിച്ച് എന്റെ കൂടെ വന്നവരാണെന്ന് ഓർമ്മ വേണം. സമയായിന്ന് രണ്ടാക്കും തോന്നുമ്പോ ആ ചടങ്ങ് നടത്തിക്കോളൂ. ഞാനില്ലെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്കിപ്പോ പറയാം. ഞാൻ മാസ്റ്ററുടെ വാക്ക് തെറ്റി ഒന്നും ചെയ്യില്ല. ആണുവിനോടൊരു വാക്ക് പറഞ്ഞ പിന്നെ എനിക്ക് ഇറങ്ങാം. ഇവൾക്ക് എന്ത് പ്രായമുണ്ട്? 5.5 വയസ്സ്, 18 നഖം. ബീഹാറിൽ നിന്ന് വന്നതാ. ഓഹോ. എന്താ വില പറയുന്നത്? ഇത് കമ്പനിയുടെ മുതലാണ്, തിരിച്ചേൽപ്പിക്കുന്നു. ഞാൻ പോകുന്നു. സലാം. ഇയാളുടെ കണക്ക് തീർത്തേക്കൂ. പട്ടിണിയാണെന്ന് ആ കുരുക്കൾ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ അമ്മാവൻ നിർത്തിയതാണ്. ഇക്കണ്ടാലം അത്രയും ചെലവ് കഴിഞ്ഞില്ലേ? എന്നാലും ഒരു 50 റുപ്പീസ് കൊടുത്തേക്കൂ. വേണ്ട മുതലാളി, ഇവിടെ വന്നതുകൊണ്ട് മനുഷ്യരെ പറ്റി പുതിയ ചിലതൊക്കെ പഠിച്ചു, കണ്ടു. ആ സമ്പാദ്യം ധാരാളം മതി. പിരിച്ചു വിടാൻ ഇട കൊടുക്കാതെ ഞാൻ പിരിഞ്ഞു മാസ്റ്റർ. പോകാം. ആരും വിഷമിക്കേണ്ട, ഞാൻ പിഴച്ചോളാം. കുട്ടി, ഞാൻ പട്ടിണി കിടന്നാലും മാസ്റ്റർ പട്ടിണി കിടാതെ നോക്കിക്കോളാം. അതുപോലെ ഗുഡ് ലക്ക് അനുട്ട. മാസ്റ്റർ വരൂ. മാസ്റ്റർ ബാഡ്, വെരി ബാഡ്. അയാൾ ഒരാണെന്ന് തലയുയർത്തിപ്പിടിച്ചിറങ്ങിപ്പോയ ആ കോമാളിയുടെ മുന്നിൽ ഇവിടുത്തെ വീരതാരങ്ങൾ വെറും പുല്ലാണ്. ജാനു വരുന്നു. എന്റെ പുതിയ കളിക്കോപ്പ് കാണുന്നു. ഇന്ന് ട്രയൽ എടുക്കുന്നോ? നോക്കട്ടെ. മാനേജ്മെന്റിനോട് വഴക്കിടും, അത് കാര്യം വേറെ. പക്ഷെ തൊഴിൽ
അതെനിക്ക് വലുതാണ്. അപകടമുള്ളതാണെങ്കിൽ ലഹരി കൂടും. വരൂ. ബൈക്ക് റെഡിയല്ലേ? എല്ലാം റെഡി. ടെസ്റ്റ് ചെയ്തു. ഞാൻ മുകളിൽ സർക്കിൾ ചെയ്യുമ്പോൾ സിഗ്നൽ തരും. അപ്പോ ഓപ്പൺ. പിന്നെ 5-6 സർക്കിൾ കഴിഞ്ഞാൽ ക്ലോസ്. ഓക്കെ? ഓക്കെ. ഒരു കർച്ചീഫ് തരൂ. ഞാൻ കർച്ചീഫ് എന്നാണ് സിഗ്നൽ. ശരി. ഓക്കെ? ടൈമിംഗ് ശരിയായാലും ഈസി. ഗുഡ്. ഓൾ റൈറ്റ്. സൺഡേ തുടങ്ങാം. ഓ, അഡ്വാൻസ് പബ്ലിസിറ്റി കൊടുത്തേ. സൺഡേ മാറ്റ്നി. പിന്നെ മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ചിലരുടെ സ്കെയിൽ ഫിക്സ് ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റഡി ചെയ്ത് വരികയാണ്. ചെളിയായി. കഴുകിയിട്ട് തരാം. ഞാൻ കഴിക്കൊള്ളാം. തരുന്നില്ലെങ്കിലോ? ഇതൊരു തകടിനകത്താക്കി കൈത്തണ്ടയിൽ കെട്ടിയാലോ എന്നാണ് ആലോചന. ഒരു രക്ഷ പോലെ. ഭാസ്കറിന് ഷോ അറിയാമല്ലേ? അയാളിങ്ങനെ സ്വാതന്ത്ര്യം കാട്ടുന്നത് എനിക്കിഷ്ടമല്ല. എന്ത് സ്വാതന്ത്ര്യം? അതിന് ഇടകൊടുക്കുന്ന ജാനുവാണ്. എനിക്കാരോട് സംസാരിക്കാൻ പാടില്ലേ? മാസ്റ്റർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എനിക്കത്ര മറവിയൊന്നുമില്ല. ജാനുവിനെ വിളിക്കുന്നു. ആര്? മുതലാളി. കണക്ക് നോക്കി വെച്ചിട്ടുണ്ട്. വന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ രാവിലെ കണ്ടോളാം. പോരെ നാണിയെടുത്തി? അവിടെ ചിലരൊക്കെ ഹാജരുണ്ടാവും. ശമ്പളക്കാരുമാണെങ്കിൽ നല്ല ബുദ്ധി തോന്നുന്ന നേരത്തെ തന്നെ ആവട്ടെ. പൊയ്ക്കോളൂ. അവിടെ ആരുണ്ട്? എന്നോട് മാനേജരാ പറഞ്ഞത്. വരൂ. ഇരിക്കോ. ഇനി നീ പൊയ്ക്കോ. നിന്റെ കണക്ക് നോക്കി വെച്ചിട്ടുണ്ട്. ജാനുവിന് ഈ മാസം മുതൽ ചെലവ് കഴിഞ്ഞ് 100 രൂപ ശമ്പളം പറ്റാം. ആ, നിങ്ങളുടെ ടെന്റിൽ ട്രാൻസിസ്റ്റർ ഇല്ലല്ലോ, ഇത് വെച്ചോളൂ. ആരെയും അകത്ത് വിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാ.
ബഹളം ഉണ്ടാക്കരുത്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. Get out. ജാനുവിന് പുറത്തു പോകാമെന്നാണ് കൽപ്പനയുടെ അർത്ഥം. I say you get out. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. സന്തോഷം. കോൺട്രാക്ട് എന്റെ പെട്ടിയിലുണ്ട്. 3 വർഷത്തെ ശമ്പളം മുഴുവൻ നീയോ നിന്റെ കാർന്നോരോ എണ്ണി തന്നാ മതി. എടാ പട്ടി, വിട് വിട്, കളി കഴിഞ്ഞു തങ്ങാതി. അടുത്ത ചാൻസ് വരുമ്പോൾ തനിക്ക് ഏറ്റെടുക്കാം. ഇനി കളിക്കുന്നത് ആണുങ്ങളോടാണ്, ഓർമ്മ വെച്ചു. പാടും. നിങ്ങളെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, തെണ്ടികൾ.